ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡിഗ്രീനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഓൺലൈൻ യൂണിവേഴ്സിറ്റീസിനെ മെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കുട്ടികൾ നമ്മൾ പറയുമ്പോൾ, അതായത് ഇന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ രീതി, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന, അതായത് നമുക്ക് കുട്ടികൾ മെസ്സേജ് ഒക്കെ ആയിട്ടും പലപ്പോഴും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചത്. അതായത് നമുക്കറിയാം, നമുക്ക് മിക്ക കുട്ടികളെയും എൻക്വയറി വരുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കറന്റ്ലി ഒരു ജോബ് ചെയ്യുന്നവരായിരിക്കും. നാട്ടിലുള്ളവരാവില്ല, കൂടുതൽ കുട്ടികളും വിദേശത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സുകളൊക്കെ അത്യാവശ്യമായിട്ട് വരുമ്പോഴാണ് അവര് ഒരു കോഴ്സ് എടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ അടുത്ത് സജഷൻ ചോദിച്ചു വരുന്നത്. അപ്പൊ അവര് അങ്ങനെ അവരുടെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് ആവശ്യം വരുമ്പോൾ അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഏതാന്നൊക്കെ ഉള്ളതാണ് ചൂസ് ചെയ്യാം. അപ്പോ അതില് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് ഏത് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് നമുക്ക് അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മള് മെയിൻ ആയിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് UGC NTITL ചെയ്തിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈൻ സ്റ്റാറ്റസും കൂടി ഉണ്ട്. മെയിനായിട്ട് ഓൺലൈൻ NTITL യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, മണിപ്പാൽ ഉണ്ട്, വിജ്ഞാൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, സുരേഷ് ഗ്യാൻ വിഹാർ ഉണ്ട്, DY പാട്ടിൽ, ശാരദ, അമിറ്റി. ഇത്രയ്ക്കൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. പിന്നെ ആന്ധ്ര യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഒട്ടനവധി വേറെ യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ബഡ്ജറ്റ് ശ്രദ്ധിക്കണം. അല്ല, പല യൂണിവേഴ്സിറ്റികൾക്കും ഫീസൊക്കെ ഭയങ്കര കൂടുതലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാരണം ഇത് ഓൺലൈൻ റെഗുലർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ഒരു കോളേജിൽ പോയി പഠിക്കുന്നത്, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഓൺലൈനാണ് മാത്രം. ഇതിന് ക്ലാസ്സസ് ഉണ്ട്, വീക്കെൻഡ് ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ക്ലാസ്സസിന് അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അപ്പം തന്നെ കണ്ടില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. ശരിക്കും നമ്മളൊരു കോളേജിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ജെയിനിലൊക്കെ 1,75,000 അത്രയ്ക്കൊക്കെ ഫീസ് വരുന്നുണ്ട്. മണിപ്പാൽ ജെയിനിലൊക്കെ MBAസിന്. പിന്നെ വിജ്ഞാനിൽ 1 lakh വരുന്നുണ്ട്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റീസ്, സുരേഷ് ഗ്യാൻ വിഹാർ കുറച്ചുകൂടെ ഫീസ് കുറവുണ്ട്. UG കോഴ്സസ്, MBA അല്ല, UG കോഴ്സസ് ആണ് ഗ്യാൻ വിഹാർ ഇപ്പോൾ ചെയ്യണത്. ശാരദ യൂണിവേഴ്സിറ്റിയിൽ നിയർ ബൈ 1 lakh ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രത്തോളം ആണെന്ന്. അപ്പോൾ നമുക്കിതിന് EMI കിട്ടും. ഇപ്പോൾ EMI കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ EMIക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് EMI ഇടാൻ പറ്റുന്ന കുട്ടികൾക്ക് EMI കൊടുക്കുന്നുണ്ട്. മന്ത്ലി ഇപ്പോൾ ജെയിനിലൊക്കെ ആണെങ്കിൽ ഒരു 9,000 10,000 EMI പോണ കോഴ്സസ് ഉണ്ട്. വിജ്ഞാനൊക്കെ ആണെങ്കിൽ ഒരു 6,000 7,000 ഒക്കെ EMI പോകുന്നുണ്ട്. അപ്പോൾ പല സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഡ്ജറ്റാണ്. പിന്നെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് എമൗണ്ട് കൂടുന്നത്. ഇപ്പോൾ ജെയിൻ്റെ പൈസയല്ല നേരത്തെ പറഞ്ഞ പോലെ വിജ്ഞാന് വരുന്നത്, അല്ലെങ്കിൽ ശാരദ യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. അപ്പോൾ ജെയിൻ തന്നെ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് അത് തന്നെ ഫീസ് കൂടുതലിന് പഠിക്കാം. പക്ഷേ സെയിം വാല്യൂ തന്നെ വരുന്നതാണ് ഈ വിജ്ഞാനൊക്കെ. പക്ഷേ ജെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ ജെയിനിലും മണിപ്പാലിലൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കും. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം ബഡ്ജറ്റ് പറഞ്ഞു. പിന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് UGC പറഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടെന്ന് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം. സൈറ്റിൽ UGCയുടെ സൈറ്റിലും എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾ ചോദിക്കുന്ന അടുത്തൊരു ഡൗട്ടാണ്, ഓൺലൈൻ ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സാം പ്രൊസീജിയർ എത്തരത്തിലായിരിക്കും, എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് കോമൺ ആയിട്ട് അവർ ചോദിക്കുന്നത്. എക്സാം എങ്ങനെയായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് എപ്പോഴും കുട്ടികൾ അഡ്മിഷന്റെ സമയത്ത് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു ഡൗട്ടാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ക്ലിയർ ചെയ്യേണ്ടത്. എക്സാം പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ്ലി ക്യാമറ ഓൺ ആയിട്ടുള്ള ഓൺലൈൻ എക്സാംസ് ആയിരിക്കും. നമ്മൾ എവിടെയും പോകണ്ട. ഓൺലൈൻ യൂണിവേഴ്സിറ്റീസിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. നമ്മൾ എവിടേക്കും പോകണ്ട.
നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് നമുക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എക്സാം എഴുതാം. പക്ഷേ ക്യാമറ ഓൺ ആവും. നമ്മൾ എന്താണ് വേറെ ഒരു പരിപാടി നടക്കില്ല, ക്യാമറ ഓൺ ആവും. അത് നോക്കിയിട്ട് എക്സാം എഴുതണം. എന്നിട്ട് നമ്മളത് ചില യൂണിവേഴ്സിറ്റീസിൽ സ്കാൻ ചെയ്തിട്ട് PDF അയച്ചു കൊടുക്കൽ, ചിലതിൽ ടൈപ്പ് ചെയ്യലൊക്കെ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ഒരു 50% ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പല യൂണിവേഴ്സിറ്റീസിന് പല സെറ്റപ്പാണ്. എന്നാലും കൂടുതൽ എല്ലാത്തിലും ഓൺലൈൻ എക്സാംസ് ആണ്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇത് പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓൺലൈൻ ഡിഗ്രീസ് എടുത്താൽ അത് വാലിഡ് ആണോ? വാലിഡ് ആണോ എന്ന് വെച്ചാൽ ഞാനിവിടെ സൈഡിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരു കട്ടിങ് കൊടുക്കാം. കാരണം UGC എൻടൈറ്റിൽഡ് എന്താണ് UGC അപ്രൂവൽസ് ഉള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ എല്ലാ കോഴ്സുകൾക്കും എന്താണ് അപ്രൂവൽസ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഇക്വലൻസി കിട്ടും. അങ്ങനെയാണ് UGC പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൺലൈൻ റെഗുലർ ആണ്, അല്ലാതെ ഇപ്പോൾ ODL പ്രോഗ്രാംസ് വേറെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഭാരതിയാർ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസൊക്കെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഒക്കെ റെഗുലർ കോഴ്സുകളെ പറ്റിയിട്ടാണ്. ODL ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ വാല്യൂവിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട. UGCയുടെ ആ ഒരു നോട്ട് തന്നെയുണ്ട്, അവർ ഇറക്കിയിട്ടുണ്ട്. എന്താണ് മെയിനായിട്ട് ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് ആർ ഇക്വാലൻറ്റ്. അതിന് പ്രത്യേകിച്ച് വാല്യൂവിന് കുറവൊന്നും തന്നെ വരുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടോപ്പ് MNC-കളിൽ ഈ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു MNC കമ്പനീസും ഇങ്ങനെ ഓൺലൈൻ ആയതിൻ്റെ പേരിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ യാതൊരു ഇതും വരുന്നില്ല. കാരണം നിങ്ങളുടെ വെരിഫിക്കേഷൻസ് എല്ലാം തന്നെ യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് വെരിഫിക്കേഷൻസ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസും എല്ലാ സംഭവങ്ങളും ഓൺലൈൻ വെരിഫിക്കേഷൻ പക്കയായിട്ട് നടക്കും. പിന്നെ എന്താണ് നിങ്ങൾ വാലിഡ് സ്റ്റുഡൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കമ്പനിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അതിന് അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്ന ഡോക്യുമെന്റ്സ് ആണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റൻസ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇപ്പൊ നമ്മൾ ഒരു കോഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് യൂണിവേഴ്സിറ്റിയുടെ തന്നെ അവരുടെ മുന്നിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ മെയിനായിട്ട് നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അപ്പൊ ഈ ഡിസ്റ്റൻസ് എടുത്താൽ എന്താണ് ഗുണം, അതുപോലെ ഓൺലൈൻ ഡിഗ്രി എടുക്കുമ്പോൾ എന്താണ് അതിന്റെ ഗുണം എന്നുള്ളത് ചോദിക്കും. അത് തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യും. അതായത് ഓൺലൈൻ വേറെ ഡിസ്റ്റൻസ് വേറെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ റെഗുലർ മോഡ് ഉണ്ട്, ഓൺലൈൻ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിദൂര വിദ്യാഭ്യാസം അങ്ങനെ മാത്രമാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് എടുക്കുന്ന കുട്ടികൾ എന്തായാലും നാട്ടിലുണ്ടായിരിക്കണം. അവർക്ക് ഓൺലൈൻ എക്സാംസ് ഒന്നും തന്നെ എഴുതാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. നാട്ടിലിപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ ഭാരതിയാറിനെ പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഓൺലൈനിൻ്റെ എക്സാംസും കൊടുക്കുന്നുണ്ട്. സാധാരണ എക്സാംസ് ഇപ്പോൾ തമിഴ്നാട് പോയിട്ട് എഴുതാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അതിനിപ്പോൾ നമ്മുടെ നാട്ടിലും എക്സാം സെൻറ്റർ വരുന്നുണ്ട്. പക്ഷേ ഈ ജെയിൻ മണിപ്പാലിലൊന്നും എക്സാം സെൻറ്റർ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ എക്സാം ആണ് വരുന്നത്. അപ്പോൾ നാട്ടിലില്ലാത്തവർ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ തന്നെയാണ്. കാരണം അവർക്ക് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്, എല്ലാ ഹെൽപ്പും യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പൊതുവെ കൂടുതൽ ഓൺലൈൻ എടുക്കണം. പിന്നെ ഡിസ്റ്റൻസിനെക്കാട്ടിലും ഒരു പൊടിക്ക് റെഗുലർ എന്ന് വെച്ചാൽ വാല്യൂ എല്ലാം ഇപ്പോൾ UGC പറയുന്നുണ്ട് എല്ലാത്തിനും തുല്യമാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എല്ലാം റെഗുലർ ആണെങ്കിലും തുല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാല്യൂവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഡിസ്റ്റൻസിനെക്കാട്ടിലും ഒരു പൊടിക്ക് എന്താണ് കമ്പനി നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് പഠിച്ചതിനെക്കാട്ടിലും നമ്മൾ പറയണം ഓൺലൈൻ റെഗുലറാണ് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലിക്ക് കിട്ടേണ്ട ഒരു എന്താണ് നമുക്ക് കിട്ടേണ്ട ഒരു ഇമ്പോർട്ടൻസ് അവിടെ തീർച്ചയായിട്ടും കിട്ടും. അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് എടുക്കുന്ന ആളെക്കാട്ടിലും കുറച്ച് പ്രിവിലേജസ് ഓൺലൈൻ എടുക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസിന് കമ്പാരിറ്റീവ്ലി ഫീസ് കുറവായിരിക്കും. കാരണം ഡിസ്റ്റൻസിന് ക്ലാസ്സസ് ഒന്നും കൊടുക്കണില്ല, പ്രൊജക്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. പക്ഷേ ഓൺലൈൻ സംബന്ധിച്ച് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, ബാക്കി നിങ്ങളുടെ അസിസ്റ്റൻസ് എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഫീസും കൂടും. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. ചിലവർക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം ചിലവർക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും എഫോർഡ് ചെയ്യാൻ പറ്റുമോ. അതെ, ഇപ്പോൾ ജെയിനിൽ 1,75,000 പറഞ്ഞതിന് എടുക്കാത്ത പിള്ളേരുണ്ട്. അവർ പക്ഷെ പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ ഇത്ര പൈസ വരുന്നുള്ളൂ, ഒരു ടോട്ടൽ അത്ര പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ പിള്ളേർ അത് എടുക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. ഡിസ്റ്റൻസിലേക്ക് പോകാൻ പ്രേരിപ്പിക്കണം.
അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു എന്താ ഇപ്പം നിങ്ങൾക്ക് മിനിമം ഒരു 50% മാർക്കാണ് ഇവർ ഡിമാൻഡ് ചെയ്യണത്. മനസ്സിലായോ? എല്ലാ യൂണിവേഴ്സിറ്റീസും ഡിസ്റ്റൻസ് അല്ല, ഓൺലൈൻ എടുക്കുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. നമുക്കൊരു 50 അല്ലെങ്കിൽ 60% എബോവ് മാർക്കുള്ളവർക്ക് ഇപ്പോൾ ജെയിനോ മണിപ്പാലോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം 50% മാർക്ക് വേണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ OBC അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിക്ക് 45% അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ എഡ്യൂക്കേഷൻ പ്രീവിയസ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ +2 മാർക്കിൻ്റെ ബേസിസിൽ യൂണിവേഴ്സിറ്റി ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ജെയിൻ, മണിപ്പാൽ ഉണ്ട്, വിജ്ഞാൻ, ശാരദ, ആമിറ്റി, ഇതിലിപ്പോൾ ഏതെടുക്കുക, അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരാൻ പറ്റും. അവിടെയാണ് ഞങ്ങളുടെ ശരിക്കുള്ള റോള് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി ചെയ്യുന്നുണ്ട്, ഭാരതിദാസൻ, അളഗപ്പ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിന് നമ്മൾ ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ്, പക്കാ ഡിസ്റ്റൻസ്. ഓൺലൈനും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റിയും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി അറിയാലോ, ഇപ്പോൾ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഭാവി സെക്യൂർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്മിഷൻസ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും. ഇത്രയുള്ള ഡൗട്ട്സ് ഒക്കെ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.